ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ മത്തിയൊക്കെ കിട്ടുമ്പോഴേക്കും ഇതുപോലെയായിരുന്നു കേട്ടോ മുളകിട്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ മത്തി നന്നായിട്ട് വെട്ടി വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണേ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ വരഞ്ഞു കൊടുക്കാതെ തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വാളൻപുളിയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെക്കണേ. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് അമ്മിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചൊരു പാത്രത്തിലായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കറി ഒന്ന് കൂട്ടി വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്നും 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പുളിവെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കാതെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചത്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ആ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തി മുളകിട്ടത് ഇവിടെ റെഡിയാവും കേട്ടോ. അങ്ങനെ 10-20 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ നിന്ന് തൂകി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് മൂടി വെച്ച ശേഷമാണ് കേട്ടോ തുറക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല സ്മെല്ലായിരിക്കുവേ. അങ്ങനെ ആ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ലിഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ കുറുകി നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. ഉള്ളിയൊന്നും വഴറ്റാതെ അരിയാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.